അപ്പോൾ അതാ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ വെന്തുണ്ട്. ഞാനിതിൽ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കുമ്പളങ്ങയാണ് കൂടുതൽ വേണ്ടത് പയറിനും കാട്ടത്. ഇതിൽ പയർ കൂടുതലുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ കുമ്പളങ്ങ കൂടുതലും പയർ കുറച്ചും, അപ്പോഴേ നമുക്ക് ഓലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഈ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒരുവിധം വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടുണ്ടേ. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ വെച്ചാൽ. ഇതിലിത്തിരി നെയ്യ് ഇട്ടിട്ട് 2 പപ്പടം കൂടി ഒന്ന് കൂട്ടി കുഴച്ചിട്ട് അങ്ങോട്ട് അടിക്കണം. ഓണസദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറി തന്നെയാണ് ഓലൻ. ഓലൻ പല വിധത്തിലും വെക്കും കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു.